അപ്പൊ നിങ്ങളുടെ ലൊക്കേഷൻ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന്? എവിടെയായിരുന്നു ലൊക്കേഷൻ? പറയാതിരിക്കുന്ന നല്ലത്. കാടും മലയും എന്ന് വേണ്ട എവിടേക്കോ ആയിരുന്നു. തമിഴ്നാട് തെങ്കാശി എങ്ങനെ മൊത്തം വില്ലേജ് ഏരിയ? അങ്ങനെ വില്ലേജ് ഏരിയ കൂടുതൽ നമ്മൾ വില്ലേജ് ബേസ് ചെയ്ത് ഒരു ഫിലിംസിന് വരാത്ത ഫ്രെയിം ഒരു ഫിലിംസിന് ഒരുപാട് ഫ്രെയിം നമ്മൾ ചീറ്റ് ചെയ്തെടുക്കുന്ന പരിപാടി, ബാക്ക് ഷോട്ട് അങ്ങനെ സ്ഥലം ശരിക്കും നമ്മൾ അങ്ങനെ പല സോങ്ങുകളിലൊക്കെ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന. എങ്ങനെ ലൊക്കേഷൻ ഹാൻഡിങ് ഒക്കെ? ലൊക്കേഷൻ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ കൊല്ലം ബോർഡറുകാരാ, ട്രോട്ടം കൊല്ലം ബോർഡറുള്ള. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് കയറാം തമിഴ്നാട്ടിലേക്ക്, ഒരു വഴി അങ്ങോട്ട് പോവാം. അപ്പൊ ആ ഭാഗങ്ങളെല്ലാം വ്യത്യസ്തമായ കാഴ്ചയുള്ള നല്ല രസമുള്ള സ്ഥലങ്ങൾ. അപ്പോ ഒരു ദിവസം ലൊക്കേഷൻ പറഞ്ഞു ഇങ്ങനെ ഇന്ന സ്ഥലമാണ്. ഞാൻ ഇങ്ങനെ വണ്ടിയായിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോകും. വെളുപ്പിനെ 4 മണിക്ക് മറ്റേ ഇവിടെ ഞാൻ തിരിച്ചു. 6 സംതിങ് ആയപ്പോ ഞാൻ ഒരു മലയുടെ മുകളിൽ, എന്താണ് ആ സ്ഥലത്തിന്റെ പേര്? അവിടുന്ന് കയറി ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ തീർന്നു അവിടെ ഭൂമി. ആ രീതിയിലുള്ള സ്ഥലത്തില് ക്ലൈമാക്സ് അത് തേവന്നൂർ എന്ന് പറയുന്നതാണ്. അപ്പം ആ നാട്ടുകാരാണ് ഭയങ്കര സപ്പോർട്ടാണ്. 80% കഥ നടക്കുന്ന രീതി ആ നാട്ടുകാരും അത്രയും സപ്പോർട്ട്. ഒരു ഗ്രാമം മൊത്തം ഈ ഫിലിമിൽ നിന്ന് പറഞ്ഞു. ആ നാട്ടില് 1972 സിനിമ. അതിനുശേഷം ആ നാട്ടിൽ വരുന്ന ഒരു സിനിമ സപ്പോർട്ടായിട്ട് പറയാം. അവര് ഇവിടെ ചെന്നാൽ അവരെ കൊടുക്കും. ആ ലെവലിലായിരുന്നു. ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഹീറോയിൻ എന്ത് തോന്നുന്നു? ഇപ്പൊ നേരത്തെ നമ്മളിപ്പോ സംസാരിച്ച അതേ വിഷയം എപ്പോഴും ഒരു കാര്യമാണ് പറയുന്നത്, വിമൻ ഷുഡ് സ്പീക്ക് ഫോർ വിമൻ. എന്ത് തോന്നുന്നു നമ്മുടെ കഥയും ആ ഒരു പോർട്രയലും എല്ലാം കൂടെ നോക്കുമ്പോ? എനിക്ക് അങ്ങനെ ഇതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല, ഒരു ഭയങ്കര ഇതായിട്ട് അങ്ങനൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നല്ലൊരു ക്യാരക്ടർ. ഒരു മിസ്കൺസെപ്ഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു തോട്ട് വന്നോ? അത് ക്ലൈമാക്സ് അറിയണം അല്ലേ? അത് ക്ലൈമാക്സ് അറിയണം, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കാണുമ്പോ ഒരു ഫീല്. അതിന്റെ ട്വിസ്റ്റ് അതാണ്. പടം മൊണ്ടൈൻ വാച്ചുകളല്ല. രണ്ടാമത് കാണുമ്പോഴേ ഇത്ര ആയിരുന്നു. ആദ്യം കാണുന്നവർക്കാണ് അത് സിനിമ ഒന്ന് മനസ്സിലാവണമെങ്കിൽ ചിലപ്പോ ഒന്നുകൂടി കാണേണ്ടി ലാസ്റ്റ് എത്തുമ്പോ. ഫസ്റ്റിലെ തിരക്കഥ വായിച്ചിട്ട് എന്റെ അടുത്ത് അണ്ണം പറഞ്ഞതാണ്, ഇത് കൊള്ളാം, പക്ഷെ ഇത് ആളൊക്കെ കഥ മനസ്സിലാവും. മനസ്സിലാക്കിയത് തന്നെയാണ് സാധനം. ഒരു മിനിറ്റ് വീണ്ടും പോയിട്ട് വീണ്ടും വരും. ഏറ്റവും കൂടുതൽ എന്നെ പഠിപ്പിച്ചത് എന്നിട്ട് ഫസ്റ്റ് കട്ട് ചെയ്തിട്ട് സംവിധാനം ഫസ്റ്റ് കട്ട് തന്നെ കഴിയും. അപ്പൊ ഇതായിരുന്നില്ലേ കഥ. അപ്പൊ ഇത്രയും ഇപ്പൊ എനിക്ക് തോന്നുന്നു നോൺ ലീനിയർ കോംപ്ലിക്കേറ്റഡ് മൂവീസ് ആണ് ഒരു ട്രെൻഡ് ആയിട്ട്. കോംപ്ലിക്കേഷൻ ആയിരുന്നു സിനിമ മേക്ക് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും. എത്ര ആക്സിഡൻസും അറിയും, ഒരുപാട്. എനിക്ക് തന്നെ 2 വട്ടം കഴിയും. അത് കാർ ആക്സിഡന്റ് ആയിട്ട് ഞാൻ മരിച്ചത് ആദ്യം പറഞ്ഞു, പിന്നെ ജീവിച്ചു. ഭയങ്കര സാഹസം. ഷൂട്ട് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ചു, 4 മണി വണ്ടി ഓടിച്ച് ഒരു കാര്യം കണ്ടിന്യൂ ഷൂട്ടാ. തലേന്ന് രാവിലെ 7 മണിക്ക് തുടങ്ങി പിറ്റേന്ന് രാവിലെ ഇങ്ങനെ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുക. റെസ്പോൺസാനൊന്നുമില്ല കാര്യം. പെട്ടെന്ന് എന്നിട്ട് പിന്നെ 2 വർഷത്തോളം ഷൂട്ട് ചെയ്തെടുക്കും. 2.5 വർഷം എടുത്തു. കാര്യം ഇവന് തന്നെ 3 മേക്ക് ഓവർ ഉണ്ട്. വണ്ണം വെക്കണം, കുറയണം. അപ്പൊ ആ ഒരു ടൈം അങ്ങനെ കുറെ അങ്ങനെ 2-3 വർഷത്തോളം നമ്മളുടെ അടുത്ത് ഷൂട്ട് ചെയ്തതാണ്. അതൊക്കെ അപ്പം പിന്നെ കണ്ടിന്യൂറ്റി അത് സംഭവം എന്താണ് പന്തടിക്കുന്ന ഷോട്ട് ഉണ്ട്. അപ്പം നമ്മള് സ്ലോയിൽ എടുത്ത് പന്തം വീശുമ്പോ പെയ്യെ പൊങ്ങി വന്നു. അപ്പൊ ഇങ്ങനെ വീശി സ്ലോയില്ല. അപ്പം ഞാൻ വേറെ ശരിയാത്തോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അടിക്കാന്ന് പറഞ്ഞു. ഞാൻ ഇവൻ പെയ്യെ പൊങ്ങി വന്ന ഞാൻ നോക്കിനടിച്ച് ആരോ പറഞ്ഞു പെട്ടെന്ന് നോക്കിയുള്ളൂ. പൊങ്ങി ഒറ്റ അസോസിയേറ്റ് പറഞ്ഞ് പതുക്കെ വരുന്ന അത് കേട്ടില്ല. ഓരോ ഒറ്റ അടി. അല്ല അത് പന്തത്തിന് അവന്റെ കമ്പിയില്ലേ, കമ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ കെട്ടിയിട്ട് മറ്റേ വേസ്റ്റ് വെച്ച് കത്തിച്ചിട്ട് അപ്പൊ കമ്പിയൊക്കെ ഇങ്ങനെ പഴുത്തിരിക്കും. ഈ കമ്പി മൂക്കി കൂടെ ഒക്കെ പൊത്തകത്ത് കയറി പന്തത്തിന് അറിയില്ലല്ലോ. ഒരുപാട് ആക്സിഡന്റ്. അപ്പൊ ഇത്രയും ചാലഞ്ച് ആവുമ്പോ തന്നെ മൂവിക്ക് അതിൻ്റെതായ സ്പെഷ്യാലിറ്റി ഉണ്ടാവില്ലേ? അല്ല അത് തീർച്ചയായിട്ടും കേട്ടോ, തീർച്ചയായിട്ടും. അത് സിനിമ ഞാൻ പ്രിവ്യൂ കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ കണ്ടു, പടം കണ്ടു. കഴിഞ്ഞ ആഴ്ച പടം കണ്ടു. ടെൻഷനായിരുന്നു ഞങ്ങൾ, സത്യം പറയാം. ഞങ്ങൾ ടെൻഷൻ. ആരും ഫസ്റ്റ് ജഡ്ജ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ അണ്ണനെ വിളിച്ചിട്ട് കണ്ട് എന്താണ് അപ്പൊ ഈ ചീത്ത വിളി കേൾക്കാനായിട്ട് ഇങ്ങനെ എനിക്കൊരു ബാക്കിൽ എന്താ ചെയ്യണമെന്ന് അറിയില്ല.
വേണ്ട എണീറ്റ് കണ്ടിട്ട് ഫസ്റ്റില് നമ്മൾ രണ്ടുപേരെയും ഹഗ് ചെയ്തു. ഈ പറഞ്ഞ കണക്ക് അപ്പൊ തന്നെ നല്ല രസം, നല്ല പടം, നല്ല പടം എന്ന് പറഞ്ഞാൽ നല്ല രസം, നല്ല ഒരു ആ മൂഡിലിരിക്കണം കേട്ടോ. വെറുതെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഇരിക്കാൻ പാടില്ല. നമ്മൾ ആ പടത്തിൽ ഒന്നും കളയല്ല എല്ലാം. ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ മുതൽ പടം മുറുകി തുടങ്ങും. ആദ്യം ഒരു 15 മിനിറ്റോളം ലൂസാണ്. ഓക്കെ, അത് കഴിഞ്ഞ് പടം അങ്ങോട്ട് മുറുകി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചങ്കിടിപ്പൂടെ ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. വല്ലാത്ത മൂടായി പോയി, ഒരു രക്ഷയില്ല. പറയുമ്പോ തന്നെ ആ ഒരു ഫീലും കൂടി നല്ല പടം.